നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കാർനോട്ട് എൻജിൻ. ഓക്കെ, അത് മോസ്റ്റ് റിപ്പീറ്റഡ് മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പോയിന്റ് പഠിക്കേണ്ടത് എന്താണ് കാർനോട്ട് എൻജിൻ എന്ന് പറഞ്ഞത്. ഒരു ഹീറ്റ് എൻജിനാണ്. ഹീറ്റ് എന്താ ചെയ്യുന്നത്? ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആക്കുന്നു. ഓക്കെ, ഇതൊരു ഐഡിയൽ ഹീറ്റ് എൻജിനാണ് എന്ന് പറഞ്ഞാൽ ഇവന് ഒരു ഡിഫക്റ്റും ഇല്ല, ഇവന്റെ എഫിഷ്യൻസി 100% ആണ്. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. രണ്ടാമത്തെ അതിന്റെ പാർട്സ് പഠിക്കാം. ഫസ്റ്റ് ടെമ്പറേച്ചർ കൂടിയ ബോഡി ഉണ്ട്, പേര് സോഴ്സ്. അപ്പൊ ഇതിനെന്ത് പറയും? സോഴ്സ് എന്ന് പറയും. എന്ത് പറയും? സോഴ്സ്. രണ്ടാമത് ടെമ്പറേച്ചർ കുറഞ്ഞ ബോഡി ഉണ്ട്, അവനെ പറഞ്ഞ പേരാണ് സിങ്ക്. അവനെന്ത് പറയും? സിങ്ക് എന്ന് പറയും. ഓക്കെ, സിങ്ക് എന്ന് പറയും. നെക്സ്റ്റ് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, അവന്റെ പേരാണ് ഐഡിയൽ ഗ്യാസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് ഐഡിയൽ ഗ്യാസ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഐഡിയൽ ഗ്യാസ് എങ്ങനെ എടുക്കുന്നത്? ഒരു സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. അപ്പൊ സിലിണ്ടറിന്റെ വാൾസ് അഡിയബാറ്റിക് ആണ്, പിസ്റ്റണും അഡിയബാറ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ വാൾസ് വഴിയോ പിസ്റ്റൺ വഴിയോ ഹീറ്റ് അകത്തേക്കോ പുറത്തേക്കോ പോകില്ല. പിന്നെ ബേസ് എന്താണ്? ഡയാതെർമിക്. അവിടെ മാത്രമാണ് ഹീറ്റ് അബ്സോർപ്ഷൻ ഉള്ളത്. ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അതിനകത്താണ് എന്തുള്ള ഐഡിയൽ ഗ്യാസ് ഉള്ളത്. അപ്പൊ ആദ്യം അത് പഠിച്ചു വെക്കാം. ഇനി എന്താണ് വർക്കിംഗ്? എളുപ്പമാണ്. ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. എന്നിട്ട് അതിന് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യും. ബാക്കിയുള്ള ഹീറ്റ് നമ്മളെ സിങ്കിലേക്ക് റിലീസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പം വർക്കിംഗ് സബ്സ്റ്റൻസ് ആദ്യം സോഴ്സിന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, അതിൽ കുറച്ച് ഉപയോഗിച്ച് വർക്ക് ചെയ്തു, ബാക്കി ആർക്ക് കൊടുത്തു? സിങ്കിന് കൊടുത്തു. വർക്ക് എത്രയെന്ന് ചോദിച്ചാൽ Q1 മൈനസ് Q2. അബ്സോർബ് ചെയ്ത ഹീറ്റ് മൈനസ് റിലീസ് ചെയ്ത ഹീറ്റ്. അത്രയും അതിനകത്ത് പഠിച്ചാൽ മതി. പിന്നെ പഠിക്കേണ്ട കാർനോട്ട് സൈക്കിളാണ്. വരയ്ക്കാൻ ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാർനോട്ട് സൈക്കിളിലെ 4 സ്റ്റെപ്പ് എഴുതുക. ഓർഡറിൽ എഴുതിക്കോണം. ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ, 2 അഡിയബാറ്റിക് എക്സ്പാൻഷൻ, 3 ഐസോതെർമൽ കമ്പഷൻ, 4 അഡിയബാറ്റിക് കമ്പഷൻ. ഇനി പഠിക്കേണ്ടത് ഓരോ സമയത്തും വർക്കിംഗ് സബ്സ്റ്റൻസ് എവിടെയാണ് പഠിക്കുന്നത്. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കേണ്ട കുറച്ച് പോയിന്റ്. ഒന്ന്, വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സിന് മുകളിലായിരിക്കും. ഫസ്റ്റ് കേസ്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആകുമ്പോൾ ഈ അഡിയബാറ്റിക് എവിടെ കേട്ടാലും അത് സ്റ്റാൻഡ് മുകളിൽ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് മുകളിലായിരിക്കും. അപ്പൊ അഡിയബാറ്റിക് എക്സ്പാൻഷൻ എവിടെയാണ്? വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് മുകളിലായിരിക്കും. അടുത്ത് എന്താ വരുന്നത്? ഐസോതെർമൽ കംപ്രഷൻ. അവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് സിങ്കിന്റെ മുകളിലായിരിക്കും. അടുത്ത് എന്താ വരുന്നത്? അഡിയബാറ്റിക് കംപ്രഷൻ. അവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് മുകളിലായിരിക്കും. പോസ്റ്റ് ഓക്കെ പഠിച്ചു. ഇനി അടുത്ത് പഠിക്കേണ്ടത് വോളിയം പ്രഷർ ചേഞ്ച് ആണ്. ഈ ഐസോതെർമൽ എക്സ്പാൻഷനിൽ എക്സ്പാൻഷൻ വോളിയം കൂടി. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യും? വോളിയം കൂടും. വോളിയം കൂടിയാൽ പ്രഷർ കുറയും. അവിടെ പ്രഷർ എന്ത് ചെയ്തു? കുറഞ്ഞു. ടെമ്പറേച്ചർ വ്യത്യാസമില്ല. ഐസോതെർമൽ പ്രോസസ് ആയിട്ട് ടെമ്പറേച്ചർ വ്യത്യാസമില്ല. Q1 നമ്മുടെ ഹീറ്റ് എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. അത്രയും പഠിച്ചാൽ മതി. അടുത്ത അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആകുമ്പോഴേക്കും അവിടെ എന്താണ്? അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പാൻഷൻ ആണ്. വീണ്ടും വോളിയം കൂടി. വോളിയം കൂടിയ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ടെമ്പറേച്ചറും കുറയും. അപ്പൊ T1 T2 ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അത്രയും പഠിച്ചാൽ മതി. അടുത്തെന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. കംപ്രഷൻ ആണെങ്കിൽ വോളിയം കുറയും. അപ്പോൾ വോളിയം കുറഞ്ഞ പ്രഷർ എന്ത് ചെയ്യും? കൂടും. പ്രഷർ കൂടുന്നു. ഐസോതെർമൽ ആയിട്ട് ടെമ്പറേച്ചർ മാറ്റമില്ല. T2 തന്നെയാണ്. അവിടെ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. then അടുത്തെന്താ അഡിയബാറ്റിക് കംപ്രഷൻ. അഡിയബാറ്റിക് കംപ്രഷൻ ആണ് വീണ്ടും വോളിയം കുറയും. അങ്ങനെ കുറഞ്ഞ് പഴയതുപോലെയാവും, V1 ആവും. പ്രഷർ കൂടും, കൂടി എന്താ പഴയതുപോലെ എത്രയായി P1 ആയി. അവിടെ ടെമ്പറേച്ചർ കൂടും, T2 T1 ആയിട്ട് കൂടും. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ കാർനോട്ട് സൈക്കിളിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ഈ കാർനോട്ട് സൈക്കിൾ അതായത് ഈ ഗ്രാഫിന്റെ PV ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ വർക്കിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും കൂടെ പഠിച്ചു വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വിട്ടുകളയരുത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി കാർനോട്ട് എഞ്ചിനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: കാർനോട്ട് എഞ്ചിൻ എന്തുകൊണ്ടാണ് എഫിഷ്യൻസി 100% ആകാത്തത്? ഇത്രേ ഉള്ളൂ. അപ്പൊ കാർനോട്ട് എഞ്ചിൻ അങ്ങനെ പറയുമ്പോൾ ഈ കാത്ത് ഹീറ്റ് കാണാനുള്ള ഫോമുല അങ്ങ് എഴുതുക. എന്താണ്? 1 - T2/T1. എന്താണ്? T2/T1. അതിൽ എഫിഷ്യൻസി 100% ആകണമെങ്കിൽ ഈറ്റയുടെ വാല്യൂ 1 ആകണം. ഈറ്റയുടെ വാല്യൂ 1 ആകണമെങ്കിൽ ഈ ടേം എത്രയായിട്ട് പോകണം? 0 ആയിട്ട് പോകണം. T2/T1 എത്ര ആവണം? 0 ആവണം. ഒരിക്കലും T1 0 ആവൂല, ഡിനോമിനേറ്റർ 0 ആവൂല. അപ്പൊ എന്താ? ന്യൂമറേറ്റർ അതായത് T2 0 കെൽവിൻ ആവണം. ഈ 0 കെൽവിൻ ടെമ്പറേച്ചർ ഇതുവരെ ആർക്കും അറ്റൈൻ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് 0 കെൽവിൻ ടെമ്പറേച്ചർ നമുക്ക് ഇതുവരെ അറ്റൈൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഒരിക്കലും എഫിഷ്യൻസി എന്താവൂല? 100% ആവൂല. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ വീഡിയോ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നോക്കിയിട്ടേ പോകാം. ഓക്കെ അല്ലേടാ?